ഹായ്, ഞാൻ കൊച്ചി എത്തി. എനിക്ക് 2-3 ഇടത്ത് പോകാനുണ്ട്. അപ്പോൾ ഞാനൊരു 2006 തൊട്ട് കൊച്ചിയിൽ താമസിക്കുന്ന ആളാണ്. പക്ഷേ ഓൺ ആൻഡ് ഓഫായിട്ട് ഇൻ ബിറ്റ്വീൻ ഇടയ്ക്ക് 1.5 വർഷമൊക്കെ പല സ്ഥലങ്ങളിലും മാറി മാറി താമസിച്ചിട്ടുണ്ട്. രാവിലെ അനിയൻ ഓഫീസിലോട്ട് ഇറങ്ങിയപ്പോൾ എന്നെ കടകളിലോട്ടൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞു MG റോഡിൽ. ഞാൻ അനിയനെ വ്ളോഗിൽ കൊണ്ടുവരാമെന്ന് വെച്ചപ്പോൾ അവൻ സമ്മതിക്കുന്നില്ല. ഞാൻ എടുക്കുന്ന അവൻ്റെ ആംഗിൾ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം ഡ്യൂ ഡ്രോപ്സ് എന്ന് പറഞ്ഞൊരു കടയിൽ വന്നു. MG റോഡിൻ്റെ തുടക്കത്തിൽ തന്നെ ഷീമാട്ടിക്ക് അപ്പുറത്തുള്ളൊരു കടയാണ്. അങ്ങനെ ഭയങ്കര പർച്ചേസ് ചെയ്യുന്നൊരു കടയല്ല ഞാൻ, പക്ഷേ ഇവിടുന്ന് ഞാൻ പെർട്ടിക്കുലറായിട്ട് മേടിക്കുന്ന 1-2 സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഈ കടയിലോട്ട് വന്നിട്ട് ഒരു 1.5 വർഷമായെന്ന് തോന്നുന്നു. ഞാൻ പോയ സാധനം കിട്ടിയില്ല, അതുകൊണ്ട് ചാടി അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഞാൻ കോൺവെൻറ്റ് ജംഗ്ഷനിലോട്ട് നടന്ന വഴിക്ക് MG റോഡ് തന്നെ കല്ലറക്കിൽ കണ്ടു. ഈ കല്ലറക്കിൽ ഞാൻ കയറിയില്ല. അവിടെ കയറി 1-2 കമ്മലൊക്കെ നോക്കി. സാധനങ്ങളൊക്കെ ഭയങ്കര വിലയാണ്. പിന്നെ കയറുതല്ലേ ഒരു 1-2 കമ്മൽ എടുത്താലോ എന്ന് വെച്ച് നോക്കി. ഈ കമ്മൽ എങ്ങനെയുണ്ട്? എനിക്ക് ഈ കമ്മൽ ഇഷ്ടമായി, പക്ഷേ എനിക്കിതുപോലത്തെ ഒരു കമ്മൽ 2-3 എണ്ണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനത് എടുത്തില്ല. അത് കഴിഞ്ഞത് വേറൊരെണ്ണം ഇട്ട് നോക്കി. ഈ കമ്മൽ എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടില്ല, പക്ഷേ ഇതുപോലത്തെ പാറ്റേൺ എനിക്കൊരു കമ്മലില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത് അങ്ങ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കല്ലറക്കയിൽ നിന്ന് ചാടി ഇറങ്ങി. പിന്നെ കോൺവെൻറ്റ് ജംഗ്ഷനിലെ ഗുഡ്വില്ലിൻ്റെ ഏരിയയിലോട്ട് വന്നു. അവിടെ കൊല്ലം സുപ്രീം ഗുഡ്വില്ലെല്ലാം കയറി. പക്ഷേ എനിക്ക് ഒരു കഫ്താൻ മേടിക്കണമായിരുന്നേ. അപ്പോൾ ഞാൻ അവിടെയുള്ള ഒരു ഷോപ്പിൽ കയറി. ഞാൻ ഇടയ്ക്ക് കയറാറുള്ള ഷോപ്പാണ്. കഫ്താൻ കുറേ തവണയൊക്കെ ഇട്ട് നോക്കിയെങ്കിലും എനിക്കങ്ങോട്ട് പിടിച്ചില്ല. അതുകൊണ്ട് ഞാൻ ആ കഫ്താൻ എടുത്തില്ല. കഫ്താനല്ല, ഇങ്ങനെ തന്നെ കിടക്കുമല്ലോ, പക്ഷേ അതിൻ്റെ തുണിയാണോ എന്തോന്നും എനിക്കങ്ങ് സൂക്ഷിച്ചില്ല. അത് കഴിഞ്ഞ് ഞാൻ നൈറ്റ് ഡ്രസ്സ് 1-2 എണ്ണം ട്രൈ ചെയ്ത് നോക്കി, കുഴപ്പമില്ലായിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ചാടി ഇറങ്ങി. എനിക്ക് ഡെൻറ്റിസ്റ്റ് അടിക്കാൻ പോകണമായിരുന്നു. കടവന്ത്രയാണ് കുറച്ച് നാളായിട്ട് ഞാൻ ഡെൻറ്റിസ്റ്റിനെ കാണിക്കുന്നത്. അങ്ങനെ കടവന്തര പോയി ഡെൻറ്റിസ്റ്റിനെയൊക്കെ കണ്ടു. എന്നിട്ട് റെഗുലർ ക്ലീനിങ് അങ്ങനത്തെ ചെക്കപ്പിനൊക്കെ പോകുന്നതാണ്. എന്നിട്ട് അവിടെ നിന്ന് ചാടി ഇറങ്ങി. എനിക്കത് ഇതുപോലത്തെ സാൻഡ്വിച്ചസ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതൊരെണ്ണം കഴിച്ചു. എന്നിട്ട് ഞാൻ ഒരു ഓട്ടോ എടുത്തിട്ട് ബൈപ്പാസിലുള്ള ഗുഡ്വില്ലിലോട്ട് പോയി. തുണി എടുക്കാനാണ് പോയത്, അല്ലാതെ ജ്വല്ലറിക്കല്ല. അവിടെ അത്യാവശ്യം നല്ല ക്ലോത്തിങ് റണ്ണിങ് മെറ്റീരിയൽ സെലക്ഷൻ ഉണ്ട്. എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയി. എനിക്ക് ഇങ്ങനത്തെ ഷോളുള്ളത് വേണ്ട. പാറ്റേൺ ഫിക്സ് ചെയ്ത് വന്നാലേ നമുക്ക് വേണ്ട രീതിയിലുള്ള ക്ലോത്ത് മീറ്റർ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഞാനൊരു 2 പാറ്റേൺ ഫിക്സ് ചെയ്തിരുന്നു, അതുകൊണ്ട് അതിനനുസരിച്ചുള്ള തുണി ഞാൻ കട്ട് ചെയ്ത് എടുത്തു. ഇതിൽ 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് അവിടുന്ന് ബില്ലൊക്കെ പേ ചെയ്ത് ചാടി ഇറങ്ങി. പക്ഷേ ഞാൻ 2 എണ്ണം എടുത്തില്ലെങ്കിലും കുറേ നേരം സ്പെൻഡ് ചെയ്ത് അവിടെയുള്ള മൊത്തം തുണികളും കണ്ട്. അത് കഴിഞ്ഞ് ബില്ലൊക്കെ പേ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ചാടി ഇറങ്ങി. ഇതിന് തൊട്ടപ്പുറത്ത് വെസ്റ്റേൺ ലേഡി എന്ന് പറഞ്ഞിട്ടൊരു പുതിയ കട തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വലിയ കുഴപ്പം കാണില്ല. പുറത്തുനിന്നൊക്കെ കണ്ടപ്പോൾ വെസ്റ്റേൺ ക്ലോത്ത്സ് എന്തൊക്കെയുള്ളതെന്ന് നോക്കാമെന്ന് വെച്ചിട്ടാണ് കയറിയത്. പക്ഷേ കയറിപ്പോയ സ്പീഡിൽ ഞാൻ പുറത്തോട്ട് ഇറങ്ങി. കാരണം എനിക്ക് അത്ര അങ്ങ് സുഖിച്ചില്ല അവിടുത്തെ കളക്ഷൻസ് ഒന്നും. പിന്നെ എനിക്കൊന്ന് ബ്യൂട്ടി പാർലറിൽ പോകണമായിരുന്നു. എന്നിട്ട് ബ്യൂട്ടി പാർലറിൽ പോയി. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന വഴിക്ക് ഞാൻ വിചാരിച്ചു ചിയാങ്ങിൽ നിന്ന് ഒരു സൂപ്പ് കുടിച്ചാലോ എന്ന്. പിന്നെ ഞാൻ റോഡ് ക്രോസ് ചെയ്തു. ഈ മെട്രോയ്ക്ക് ഇടയ്ക്കൂടെ കൺസ്ട്രക്ഷൻ ഇടയ്ക്കൂടെയൊക്കെ ഞാൻ റോഡ് ക്രോസ് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. റോഡ് ക്രോസ് ചെയ്തു ചിയാങ് എത്തി. എന്നെ എല്ലാവരും കളിയാക്കും ഇങ്ങനെ തന്നെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് തന്നെ കറങ്ങി നടക്കാൻ. അത് നാട്ടിലും പക്ഷേ കൊച്ചിയിലൊന്നുമില്ല, ചെന്നൈയിലൊന്നുമില്ല, എവിടെ പോയാലും എങ്ങോട്ട് യാത്ര ചെയ്താലും അതെനിക്ക് ഭയങ്കര ഇഷ്ടം. തന്നെ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് തന്നെ കറങ്ങി നടക്കാം. അപ്പം ചിയാങ് കടവന്തര ഭാഗത്താണെങ്കിൽ ഞാൻ കടവന്തരയും കാക്കനാടും താമസിക്കുവേ. കടവന്തര ഭാഗത്താണെങ്കിലും എൻ്റെ ഫ്ലാറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ചിയാങ് ഉള്ളത്. കാക്കനാടാണെങ്കിലും ഞാൻ താമസിക്കുന്നത് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ചിയാങ്ങിൽ ഞാൻ തന്നെ വന്നാൽ ഞാൻ ഒരു സൂപ്പ് എടുത്ത് സ്വീറ്റ് കോൺ ചിക്കൻ അതാണ് കഴിക്കാറ്. അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ വന്നാലേ എന്തെങ്കിലും കൂടുതൽ കഴിക്കാറ്. ചിലപ്പോൾ 1-2 സൂപ്പാവും. സൂപ്പ് എത്ര വേണം ചെയ്യാം, പ്രശ്നമില്ല. എൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ചില്ലി വിനീഗർ സോസാണ്. ഞാൻ ആ ഒരു കുപ്പിയിലെ മൊത്തം മുളകും ഇതിനകത്തോട്ട് അങ്ങ് എടുത്തോളൂ.
എനിക്ക് സ്പൈസി ഫുഡ് വേണ്ടോണ്ട് പിന്നെ അത് നിറയെ ഞാൻ സ്പൈസി ആക്കും. നല്ല രസമില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടുത്തെ ഈ ലൈറ്റ്. അതുപോലെ തന്നെ ഈ ചൈനീസ് ലെറ്റേഴ്സും. അറേബ്യൻ പാലസിലെ മന്തി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്, അനിയനും. ഞങ്ങൾ ഒരു ദിവസമൊക്കെ മന്തി കഴിക്കും. മന്തി കഴിച്ചാൽ ഭയങ്കര ഹെവിയാണല്ലോ. സ്പൈസി ചിക്കൻ മന്തിയാണ് അവിടുത്തെ ഇഷ്ടം. അവിടെ ഇങ്ങനെ ആദ്യം ഒരു സൂപ്പ് തരും, പിന്നെ മയനൈസ്, ഇതിൻ്റെ കൂടെ ഒരു പിക്കിൾ തരും. ആ പിക്കിളാണ് ഈ മന്തിയുടെ ഏറ്റവും ടേസ്റ്റ്. ഇതാണ് സ്പൈസി ചിക്കൻ മന്തി. മന്തി ശരിക്കും അറിയാലോ എന്തോ ഒരു ഹെവിയാണ്, പക്ഷേ ഇത് കഴിച്ചുകൊണ്ടിരിക്കാൻ നല്ല ടേസ്റ്റാണ്. ആ പിക്കിളാണ് മെയിൻ അതിൻ്റെ റീസൺ. ഞങ്ങളിങ്ങനെ ഒരു ദിവസം കഴിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ അതേ സമയമാകുമ്പോൾ എടാ മന്തി കഴിച്ചാലോ എന്ന് ഞാനും ചോദിക്കും, അവൻ എന്നോടും ചോദിക്കും. പക്ഷേ ഞങ്ങൾ ഒരു ദിവസമൊക്കെ കഴിക്കാറുള്ളൂ. അൺലിമിറ്റഡ് റൈസ് ആണല്ലോ മന്തിക്ക്, അതും ഒരു പ്രത്യേകതയാണല്ലോ. ഈ കുട്ടികൾക്കൊക്കെ അതുകൊണ്ടാണല്ലോ മന്തി ഇഷ്ടം, കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനൊക്കെ. അപ്പോൾ ഞാനിത് നേരെ ചിയാങ്ങിന്ന് കാണിച്ചത് വൈകിട്ടത്തെ ഡിന്നറാണേ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്രയൊക്കെ ഉള്ളൂ.